T20 വേൾഡ് കപ്പിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ഫൈനലിൽ നേരിടാൻ പോവുകയാണ്. അതിന്റെ ആവേശത്തിലാണ്, അതിന് വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും അല്ലേ. നമ്മളെ ഡെസ്കിലെ ആവേശം കണ്ടു. ഇനി നേരെ പുറത്തെ ആവേശം. ആരാധകരുണ്ട് കോഴിക്കോട്. അഭിജിത്ത് ഉണ്ട്. അഭിജിത്ത് നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. അഭിജിത്ത്, ഒരു കൂട്ടം ആളുകൾ അഭിജിത്തിനൊപ്പം ഉണ്ടെന്നാണ് കരുതുന്നത്. അതെ, കാണുന്നുണ്ട്. കുറച്ചധികം പേരുണ്ട്. കുറച്ച് ദിക്കി നിൽക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഒരു പ്രതികരണങ്ങൾ? എന്താണ്, എങ്ങനെയാണ്? അനിൽ, ബർബഡോസിലെ പോലെ തന്നെ ഇങ്ങ് കോഴിക്കോടും വലിയ ആവേശത്തിലാണ്. കുട്ടി ക്രിക്കറ്റിന്റെ ഫൈനലാണ്. ആ ഫൈനലിന്റെ എല്ലാ ആവേശവും ഈ കുട്ടികൾക്കുണ്ട്. ഞാനുള്ളത് കോഴിക്കോട്ടെ സസെക്സ് ക്രിക്കറ്റ് അക്കാദമിയിലാണ്. ഇവിടെ നമ്മുടെ രോഹൻ കുന്നുമ്പലിനെയൊക്കെ കോച്ച് ചെയ്ത സന്തോഷ് സാറിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട്. ഇവര് ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ ആവേശത്തിലാണ്. ആവേശത്തിലല്ലേ? അപ്പൊ ഇന്ന് ഫൈനലാണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ഫൈനല്. അപ്പോൾ ആര് ജയിക്കും? ഒരാൾ പറഞ്ഞേ, എന്തുകൊണ്ടാണ് ഇന്ത്യ ജയിക്കും എന്ന് പറയുന്നത്? ഇന്ത്യ വലിയ കൺട്രിയാണ്. വലിയ കൺട്രിയാണ്, അതുകൊണ്ട് ജയിക്കും. അപ്പൊ ദക്ഷിണാഫ്രിക്ക ചെറിയ കൺട്രിയാണോ? അതുകൊണ്ട് തോൽക്കും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് ആരായിരിക്കും ഇന്ന് നമ്മുടെ കൂട്ടത്തില്? കോഹ്ലിയുണ്ട്, രോഹിത് ഉണ്ട്. ആരായിരിക്കും അടിപൊളിയായിട്ട് കളിക്കുക? കോഹ്ലിയും പിന്നെ അർഷദീപും. അർഷദീപാണ് കളിക്കുക. അടിപൊളി. അർഷദീപിന്റെ ബോളിംഗ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആരായിരിക്കും കളിക്കുന്നത് ഇന്ന്? കോഹ്ലിയും രോഹിത് ശർമ്മയും ആയിരിക്കും. കോഹ്ലിയും രോഹിത് ശർമ്മയായിരിക്കും. ആർക്കാ ഇവിടെ ഫാൻസ്? കോഹ്ലിക്കാണോ രോഹിത് ശർമ്മയ്ക്കാണോ? ഇവിടെ രോഹിത് ശർമ്മയ്ക്ക് ഭയങ്കര അധികം ഫാൻസ് ഉണ്ട്. വ്യക്തിപരമായി അത് എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു രോഹിത് ശർമ്മ ഫാനാണ്. എന്തായാലും ഇന്ന് എങ്ങനെയാ ദക്ഷിണാഫ്രിക്ക അടിപൊളിയായിട്ട് കളിക്കുന്നത്? ഇല്ല, അത്യാവശ്യം നല്ലതായിട്ട് കളിക്കും. ഇന്ത്യയും നല്ലതായിട്ട് കളിക്കും. രണ്ടും മാക്സിമം ശ്രമിക്കണം. വേറെ കാര്യം, നമ്മുടെ സഞ്ജു സാംസൺ, നമ്മുടെ മലയാളി താരാണ്. സഞ്ജു സാംസൺ ഇത്തവണ കളിക്കാൻ പറ്റുമോ? ഇന്നത്തെ കളിയിൽ കളിക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റും. ഇന്ന് ടീമിലിടാൻ കിട്ടുമോ? സഞ്ജു സാംസൺ ഇന്ന് ടീമിലിടാൻ കിട്ടില്ല. അപ്പൊ എല്ലാവരും ഇന്ത്യ ജയിക്കും തന്നെ പറയുന്നത്. ആരെങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ ഫാൻ ഉണ്ടോ? എങ്ങനെയുണ്ട്? കളിയൊക്കെ കാണാറുണ്ടോ? ലോകകപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ആരുടെ ഫാനാ? കോഹ്ലിയുടെ ഫാനാണോ? ഇത്തവണ പക്ഷേ കോഹ്ലി അത്ര നന്നായിട്ട് കളിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഫൈനലിൽ കളിക്കുമോ? കളിക്കുമായിരിക്കും. എങ്ങനെയാ? കോഹ്ലി ഇപ്രാവശ്യം ഫോമിലാണെന്ന് വിചാരിക്കുന്നു. രോഹിത്തും അടിക്കും. രോഹിത്തും കളിക്കും, കോഹ്ലിയും കളിക്കും. എങ്ങനെയാ ചേട്ടാ, ഇന്ന് ഫൈനലാണ്. അപ്പോൾ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനലാണ്. എങ്ങനെയാണ് നമ്മുടെ സാധ്യതകൾ? നമ്മൾ ഫസ്റ്റ് പ്രഥമ ക്ഷമിക്കണം 2020 ലോകകപ്പിൽ മാത്രമാണ് നമുക്ക് കിരീടമുള്ളത്. അപ്പം ഇത്തവണ കിരീടം നേടാനാണ് ചാൻസ്. ഇപ്പോൾ കറണ്ട് ഫോം വെച്ചിട്ട് ഇന്ത്യക്കാണ് മുൻതൂക്കം. എങ്ങനെയാണ്? നല്ല കളിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും ടീമായിട്ട് ഒരു ഫൈറ്റ് ഇട്ടാൽ ഉറപ്പായിട്ട് കപ്പടിക്കാം. അപ്പോൾ എങ്ങനെയാ, ജയിക്കില്ലേ? ഇന്ത്യ ജയിക്കില്ലേ? എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ വരുമ്പോൾ ഏതായാലും എല്ലാവരും, ഇവിടെയുള്ള എല്ലാവരും, കോഴിക്കോടുള്ള ഈ അക്കാദമിയിലെ കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണ് അല്ലേ? യെസ്, അതാണ്. അപ്പൊ അഭി കളി എന്തായാലും കാണണം, അവരോട് പറയുക. അപ്പൊ ഇന്ത്യ കപ്പടിക്കുമെന്ന ആ പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ഉള്ളത്. കോഴിക്കോട് ബിഗ് കൺട്രിയാണ്, നമ്മൾ തെളിയിക്കും. അതിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അപ്പൊ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ഇന്ത്യക്ക് വേണ്ടിയുള്ള ആശംസകൾ അറിയിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ വിശ്വാസം അറിയിക്കാം. പറ്റാവുന്നതൊക്കെ നമ്മൾ വായിക്കും. ചെറിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഏറ്റവും ഒടുവിൽ ശിവൻ ദുബെ ഒഴിവാക്കി ജയ്ഷോളിനെ ഇറക്കണം എന്ന അഭിപ്രായം ഒരുപാട് നേരം പറയുന്നത്. പക്ഷേ മാറ്റത്തിന് സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അങ്ങനെ ഒരുപാട് പേര്. ഇന്ന് കോഹ്ലി ആയിരിക്കും തകർക്കാൻ പോകുന്നത്. കൃഷ്ണവേണി പറയുന്നു. അങ്ങനെ സ്കോർ കാണിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. സ്കോർ തീർച്ചയായിട്ടും നമ്മുടെ ഗോൾഡൻ സ്ക്രീനിൽ ഉറപ്പായിട്ടും ഓരോ പന്തും ഓരോ റണ്ണും വിശദമായി തന്നെ കാണിക്കുന്നതായിരിക്കും.